22 2026 നന്ദുവിൻ്റെ 22nd ബർത്ത്ഡേ. ഞങ്ങൾ അമൃതശക്തിയിൽ പോവാണ്. കേക്കും ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ രാവിലെ ജസ്റ്റ് നന്ദുവിന് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യത്തെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് വാച്ചാണ് കേട്ടോ. 14 കുട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് പോയപ്പം കുറേ പുതിയ കുട്ടികളായിരുന്നു. മിക്കതും പുതിയ കുട്ടികളാണ്, 1-2 പഴയ ആൾക്കാരേ ഉള്ളൂ. വാച്ചതേ ഞാനത്തെ കാണുന്നുണ്ടാവും. കവറിനെ ഞാൻ എടുത്ത് ലേഡീസ് വാച്ച് കേട്ടോ. ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്തേക്കാം. കുട്ടികൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന വാച്ചാണ് കേട്ടോ. ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റുന്ന വാച്ചാണ്. അങ്ങനെ വലിയ കളർഫുൾ അല്ല, എന്നാലും പിള്ളേർക്കൊക്കെ പറ്റുന്ന വാച്ചാണ് കേട്ടോ. ഇത് പിന്നെ 2 ചെറിയ കുട്ടികളുണ്ട്. 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും സിസ്റ്റേഴ്സ് ആണ്. അവർക്ക് ഞാൻ 2 ഡോറ വാച്ചുകൾ മേടിച്ചു. അവർ ഡോറ പ്രേമികളാണ്. അപ്പം 2 ഡോറ വാച്ചുകൾ മുരളിയായിട്ട് ഒച്ചയിടുന്നു അവിടെ അടുക്കളയിൽ പോയി. ഡോറ വാച്ചുകൾ മേടിച്ചു. ഇത് 2 ഡോറ വാച്ച്. ഡോറ നന്ദുരം ഡോറ ബുജി ഡോറ ബുജി. ആ സമയത്ത് കുട്ടിയായിരുന്നപ്പോൾ. വലുതായപ്പോൾ ഡോറ ബുജി പ്രേമമൊക്കെ മാറി. ഡോറ ഇഷ്ടമായിരുന്നു. ഡോറ ബുജി, പിന്നെന്താ ഷിൻചാൻ, അതൊക്കെ കാണുമായിരുന്നു. അതൊക്കെ ഹിന്ദി കാർട്ടൂണുകളാണ്. ഷിൻചാനൊക്കെ, പിന്നെ ചോട്ടാ ഭീം, ഇതൊക്കെ കാണുമായിരുന്നു. അങ്ങനത്തെ 14 വാച്ചുകൾ ഞാൻ കവറിലാക്കുകയാണ്. ഇതിനകത്ത് പേപ്പർ പ്ലേറ്റ്, ഫോർക്ക്, സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട്. കേക്ക് ബെൽജിയൻ ചോക്ലേറ്റ് പോകുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് പോകണം. ഇതിനകത്ത് വെക്കാമല്ലേ വാച്ച്? ഇതിനകത്ത് നന്ദുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് വെക്കട്ടെ വാച്ച്? ഞാനകത്ത് വെക്കണേ. ഫോട്ടോ എൻ്റെ കൂടെ. ഓക്കെ. ഇന്നത്തെ രാവിലെ ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോയുടെ പുറകിൽ ഒരു ചെറിയ കുട്ടിക്കഥയുണ്ട്, കുട്ടി സ്റ്റോറി. എന്താന്ന് വെച്ചാല്, എനിക്ക് നന്ദുവിന് വേണ്ടി ഒരു ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. നന്ദു ഇങ്ങനെ മുകളില് ഇരിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വീഡിയോ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കുന്നത്. നന്ദു ഇങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലെ ഒരു ഇമാജിനേഷനാണ്. അപ്പം ഞങ്ങൾ സ്ഥിരം ഫോട്ടോസൊക്കെ ചെയ്യുന്ന ഞങ്ങളുടെ 3 പേരുടെയും കൂടി ഈ ഫ്ലാറ്റിലുള്ളൊരു ഫോട്ടോ ആക്കി തന്ന്. ഈ ഫ്ലാറ്റിൽ നന്ദു ഞങ്ങളിപ്പോൾ ഇന്റീരിയർ ചെയ്തേ പിന്നെ വന്നിട്ടില്ലല്ലോ. അപ്പം അതാക്കി തന്നൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ വിളിച്ചു വെച്ചപ്പോൾ അവരുടെ AI ചെയ്യുന്ന ആളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആളുടെ നമ്പർ തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്നും തന്നില്ല. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ഇത് കണ്ടു. മനോരമ, കേരള ഗവൺമെന്റിന്റെ ഒരു ഭാഗമായിട്ട് മനോരമയും കൂടെ സംഘടിപ്പിക്കുന്ന AI പഠിക്കാം എന്നുള്ളൊരു ഇത്. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊരു AI കോഴ്സിൽ ജോയിൻ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫ് കോച്ചിങ് ബന്ധപ്പെട്ടതല്ലാതെ ഞാൻ പുറത്തെ ഒന്നും വെറുതെ എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇതെന്തോ ഞാൻ അപ്പം തന്നെ കയറി ജോയിൻ ചെയ്യും. ഞാൻ പൈസയൊക്കെ കൊടുത്തങ്ങ് ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ ആ ഓരോ സംഭവങ്ങളായിട്ട് പഠിച്ച് ക്ലാസ്സിൽ അവസാനം ഇത് എനിക്ക് പഠിച്ച് അത് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. നന്ദു ഇങ്ങനെ ആ ഒരു ക്ലൗഡ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ അത് ഓരോ പ്രോംപ്റ്റ് കൊടുത്ത് ആ ഒരു ഫോട്ടോ ഉണ്ടാക്കി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ബാക്കി ക്ലാസ്സൊന്നും ഞാൻ അറ്റൻഡൊന്നും ചെയ്തില്ല കേട്ടോ. അതായപ്പോൾ പിന്നെ എനിക്ക് ഇപ്പോഴും ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ട് ക്ലാസ് അവിടെ കിടപ്പുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. വീഡിയോ അവിടെ തന്നെ കിടപ്പുണ്ട്, നമുക്ക് സൗകര്യം പോലെ പഠിച്ചെടുക്കാം കേട്ടോ. കളഞ്ഞൊന്നല്ല, അവിടെ കിടപ്പുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതെത്തി. ഓക്കെ, ഇതെനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അത് ലാസ്റ്റ് ഈ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ലാസ്റ്റ് ഒരു 10 seconds ആണ് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ് കേട്ടോ. എന്തോ അവിടെ നിന്ന് ചിരിക്കുന്നതും ആ ഒരു ഹെയർ പറക്കുന്നതും ഒക്കെ അതൊരു ഒറിജിനൽ ഷോട്ടല്ല, ഞാൻ ഉണ്ടാക്കിയ ഒരു ഷോട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഒരു ഫോട്ടോയും അതും ഉണ്ടാക്കിയെടുത്തതാണ്.
അപ്പം അത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അതുണ്ടാക്കിയപ്പോഴത്തേക്കും. അങ്ങനെ ആ ഒരിത് പിന്നെ അത് നന്ദുവിന് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് പല രീതിയിൽ എനിക്കും കൂടെ ഒരു ഇത് കിട്ടി. അത് പിന്നെ വേറെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, അത് നന്ദു തന്നെ എനിക്ക് ഓരോ സിഗ്നലൊക്കെ തന്നു. ഓക്കെ, അത് നന്ദുവിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് ഓരോ ഒരു എനർജി കണക്ട് കിട്ടുമല്ലോ. ബാഗ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? നാളെ നിങ്ങളെ യൂട്യൂബിൽ കാണും ഇതൊക്കെ. അപ്പൊ നിങ്ങള് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഡോറ, ബാക്കി എല്ലാവർക്കും വേറെയാ. ഡോറക്കാർക്ക് ഡോറ തന്നെയാ. സമയം നോക്കാൻ അറിയാവോ? എത്രയാ സമയം നോക്കി പറഞ്ഞേ, എത്രയാ സമയം നോക്കാൻ അറിയാവോ എന്ന് നോക്കട്ടെ. സമയം നോക്കാൻ അറിയാവോ? അവിടെ കാണിക്കുന്ന അതേ സമയം തന്നെ നോക്കി പറ. എത്ര മണിയായി? 8:20 കറക്റ്റ്. ഡോറയല്ലേ?
2020 തൊട്ട് നന്ദുവിൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളോടൊപ്പമാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പം ഇപ്രാവശ്യം കുറേ അധികം പുതിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിറന്നാളിന് പോയപ്പോഴത്തേക്കും പരിചയപ്പെട്ടതാണ്. 2-3 പേര് പുതിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെയൊക്കെ പരിചയപ്പെട്ട് കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് സ്പെൻഡ് ചെയ്ത് വാച്ചൊക്കെ കൊടുത്ത് ഗിഫ്റ്റൊക്കെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കേക്ക് കട്ട് ചെയ്തു, കേക്ക് കഴിച്ചു. നന്ദുവിനും സന്തോഷമായി, അവർക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. എന്നിട്ട് കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഊണൊക്കെ വിളമ്പി ഊണ് കഴിച്ചു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു, മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴത്തെയും പറയുന്നത് പോലെ ഇവിടുത്തെ അമൃതശക്തിയിലെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ് കേട്ടോ. ബർത്ത്ഡേ വീഡിയോയ്ക്ക് ഒരുപാട് പേര് വിഷ് ചെയ്ത് നല്ല നല്ല മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും താങ്ക് യു. പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.